ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മിസ്റ്റിക് മൂവീസ്. അപ്പോൾ ഇന്നൊരു കുഞ്ഞു മൂവിയുടെ ജസ്റ്റ് ഒരു കുഞ്ഞു പ്ലോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഏകദേശം എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അത് റിലീസായി OTT റിലീസായിട്ടൊക്കെ ഒരുപാട് നാളായി. ഞാൻ പക്ഷേ ഈ ഇടയ്ക്കാണ് ആ മൂവി കണ്ടത്. ഞാൻ OTTയിൽ വന്നതിന് ശേഷമാണ് കണ്ടത്. നല്ല ഇഷ്ടപ്പെട്ട നല്ലൊരു ഫേവറേറ്റ് ജനറിലുള്ളൊരു മൂവിയാണ്. പൊന്മാൻ എന്ന മൂവിയുടെ ഒരു പ്ലോട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നായകനായ ബേസിൽ ജോസഫാണ് ഇതിൽ ആക്ട് ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ജസ്റ്റ് ഒരു പ്ലോട്ട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ചിത്രം സംവിധാനം ചെയ്തേക്കുന്നത് ജ്യോതി ശങ്കറാണ്. ഒരു മലയാളം കോമഡി എന്ന് പറയാൻ പറ്റില്ല, ഡാർക്കായിട്ടുള്ള കോമഡിയാണ്. അതുപോലെ ഒരു ചെറിയൊരു ത്രില്ലർ കൂടെ ആയിട്ടുള്ള ഒരു ചിത്രമാണ് പൊന്മാൻ. ബേസിൽ ജോസഫ്, സജൻ ഗോപു, ലിജോമോൾ ജോസ്, ആനന്ദ് മന്മഥൻ, ദീപക് പറമ്പോൾ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ GR ഇന്ദുഗോപൻ എഴുതിയ 4-5 ചെറുപ്പക്കാർ എന്ന നോവലിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ചിത്രമാണിത്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് സ്ത്രീധനം ആണ് വിഷയം. അപ്പോൾ സ്ത്രീധനത്തിൻ്റെ ഒരു കാര്യം പറയുന്ന ചിത്രമായതുകൊണ്ട് തന്നെ സമൂഹത്തിന് പറ്റിയിട്ടുള്ള ഈ യുഗത്തിൽ പറ്റിയ സിനിമ തന്നെയാണ്. കാരണം ഒരുപാട് സ്ത്രീധന പീഡന മരണങ്ങളൊക്കെ നടക്കുന്ന ഈ സമയത്ത് റിലീസ് ചെയ്യാൻ പറ്റിയ മൂവി തന്നെയായിരുന്നു പൊന്മാൻ. അപ്പോൾ ഇതിൻ്റെ എല്ലാവരും ഈ ചിത്രം മാക്സിമം ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ പിന്നെയും അതിൻ്റെ ഒരു ചെറിയൊരു പ്ലോട്ട് മാത്രം പറയാം. ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ചിത്രം മെയിനായിട്ട് പറയുന്നത് സ്ത്രീധനം നൽകാൻ പറ്റാത്തൊരു ഫാമിലി, അവർ സ്ത്രീധനത്തിന് പകരം അന്നത്തേക്ക് മാത്രമായിട്ട് ഗോൾഡ് ഒരാളിൽ നിന്ന് വാങ്ങുന്നു. ആ ആളാണ് ബേസിൽ ജോസഫ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം കൊടുക്കുന്ന ആ സ്വർണം തിരിച്ചു കൊടുക്കേണ്ടതാണ്. ഒന്നുകിൽ സ്വർണമായിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പണമായിട്ട് കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും ചെയ്ത് കൊടുക്കുക. പക്ഷേ അവരുദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് കല്യാണത്തിൻ്റെ ദിവസം കഴിയുമ്പോൾ അന്ന് നമുക്ക് കൊടുക്കുന്ന പൈസ തന്നെ തിരിച്ച് കിട്ടുക എന്നുള്ള ഒരിതുണ്ടല്ലോ. മറ്റുള്ള കല്യാണങ്ങൾക്ക് നമ്മൾ പോയി പൈസ കൊടുക്കുന്നു, അതുപോലെ നമ്മുടെ കല്യാണത്തിന് അവർ പൈസ തരും എന്ന ഒരു കൺസെപ്റ്റിൽ ഈ വീട്ടുകാരെന്ത് ചെയ്യുന്നു, അത് വിശ്വസിച്ച്, എന്ന് വെച്ചാൽ പൈസ ഒരുപാട് ഫാമിലിയിൽ നിന്നും അതുപോലെ നെയ്ബേഴ്സിൻ്റെ നിന്നും ബന്ധുക്കളിൽ നിന്നും കിട്ടുന്ന ഉള്ള ഒരു വിശ്വാസത്തിലാണ് ഇവരിത് സ്വർണം എടുക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു പ്രശ്നം കാരണം ആരും വരാതെ കുറച്ച് ആൾക്കാർ മാത്രം വരുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. അതെന്താണ് റീസൺ എന്നൊക്കെ ചിത്രത്തിൽ പറയുന്നുണ്ട്. ഞാൻ പ്രത്യേകിച്ച് അതിനി പറഞ്ഞ് കാണാത്തവർക്ക് വിഷമം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഒരു സംഭവം കാരണം ആൾക്കാരൊന്നും അധികം കല്യാണത്തിന് വരുന്നില്ല. അപ്പോൾ ചിത്രത്തിലൊരു സീനുണ്ട്. ആ സീനെന്ന് പറയുന്നത് ഈ അമ്മ ലിജോമോളുടെ അമ്മയായിട്ട് അഭിനയിക്കുന്ന ആ ഒരു സ്ത്രീ ഒരുപാട് ബിരിയാണി ഇഷ്ടംപോലെ ഉണ്ടാക്കിയിട്ടുള്ള ബിരിയാണിയൊക്കെ പകുതിയില്ല 3/4 ഭാഗവും കടലിൽ ഒഴുക്കി കളയുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ആ സീനിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവരുടെ ആ ഒരു വിഷമവും, അത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ആളുകളൊന്നും വരാത്തതിൻ്റെ ആ ഒരു വിഷമവും, പൈസ അത്രയും നഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു വിഷമവും ഒക്കെ ആ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ആ സീനിൽ കാണുമ്പോൾ മനസ്സിലാവും അവരുടെ അവസ്ഥ എന്താണെന്ന്. അത്രയും പരിതാപകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ ലിജോമോൾ ജോസിൻ്റെ സഹോദരനായിട്ട് ആക്ട് ചെയ്യുന്ന ആളുടെ പേര് ആനന്ദ് മന്മഥൻ. അപ്പോൾ അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രം ബ്രൂണോ എന്ന് പറയുന്നൊരു കഥാപാത്രമാണ്. അപ്പോൾ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണ്. എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അത്രയും വിശ്വസിക്കുന്ന ഒരാളായിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. എന്നാൽ പാർട്ടിക്കാരുടെ ഒരു ഹെൽപ്പും കല്യാണത്തിനോ അല്ലാതെ എന്താവശ്യത്തിനും കിട്ടുന്നതായിട്ട് കാണിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് വേണ്ടി ചാവാൻ നിൽക്കുന്നു, പക്ഷെ അവരുടെ സൈഡിൽ നിന്നും ഒരു ഹെൽപ്പും കിട്ടാത്ത അവസ്ഥ ഈ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ പാർട്ടിയെ വിശ്വസിക്കുമ്പം അതിൽ നിന്നും ഒരു ഗുണവും അവർക്ക് കിട്ടുന്നില്ല എന്ന് കൂടെ ഈ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അവതരിപ്പിക്കുന്ന കഥാപാത്രം എന്ന് പറയുന്നത് തൊഴിലിനൊന്നും പോവാതെ, ജോലിക്കൊന്നും പോവാതെ പാർട്ടി പ്രവർത്തനമായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ ചിത്രത്തിൽ കാണിക്കുന്നത്. അപ്പം അദ്ദേഹം കൊടുക്കേണ്ട കഷ്ടപ്പെട്ട്, എന്ന് വെച്ചാൽ നമുക്കൊരു സൊസൈറ്റിയിലൊരിതുണ്ടല്ലോ, സഹോദരൻ കഷ്ടപ്പെട്ട് സഹോദരിയെ വിവാഹം കഴിപ്പിച്ചയക്കുക, അങ്ങനെ ഒരു കസ്റ്റം ഉണ്ടല്ലോ. പക്ഷെ അങ്ങനെ ഒരു ഇതല്ല ഇവിടെ അമ്മ കഷ്ടപ്പെട്ട് സ്വർണം ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു ടൈപ്പ്. എന്ന് വെച്ചാൽ അമ്മ മാത്രമാണ് അവിടെ ജോലിക്ക് പോകുന്നത്. അപ്പോൾ അമ്മ ജോലിക്ക് പോയാണ് ബാക്കി വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതൊരു സീനിൽ കാണിക്കുന്നുണ്ട്. അമ്മ ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാം അമ്മ വീട്ടിന് വേണ്ടി കഷ്ടപ്പെടുന്നതാണെന്ന്. അപ്പം അങ്ങനെ ചിത്രത്തിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ബേസിൽ ജോസഫ് അവതരിപ്പിക്കുന്ന കഥാപാത്രം എന്ന് പറയുന്നത് അജേഷ് എന്ന കഥാപാത്രമാണ്. അപ്പം അദ്ദേഹം വളരെ സത്യസന്ധനും
അതുപോലെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ജുവല്ലറി ഡീലറാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു കല്യാണത്തിന് അന്നത്തേക്ക് ആവശ്യമായിട്ടുള്ള ഗോൾഡ് പെട്ടെന്ന് കൊടുക്കുക എന്ന് വെച്ചാൽ കടത്തിന് കൊടുക്കും. ആ കടത്തിൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കല്യാണത്തിന് കിട്ടുന്ന പിരിവുകൾ വെച്ചിട്ട് ആ പൈസ കടം തീർക്കുക. അതായിരുന്നു ഇയാളുടെ ജോലി എന്ന് പറയുന്നത്. പക്ഷേ ലിജോ മോളും ഫാമിലിയും ആ ഒരു സംഭവം ഫ്ലോപ്പാക്കുമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വർണവും കൊണ്ട് അവർ മുങ്ങും. അപ്പോൾ ഇതിൽ ആളുടെ ഹസ്ബൻഡായിട്ട് വരുന്നത്, നായികയുടെ ഹസ്ബൻഡായിട്ട് വരുന്നത് സജിൻ ഗോപു ആണ്. അപ്പോൾ കഥാപാത്രത്തിൻ്റെ പേര് മാരിയാനോ എന്നാണ്. അദ്ദേഹമാണ് നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടർ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ കഥാപാത്രം വളരെയധികം സ്ത്രീധനമോഹിയായിട്ടുള്ള ഒരാളുടെ കാണിക്കുകയാണ്. വളരെ അധ്വാനിയായിട്ടുള്ള ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പെങ്ങളെ കെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലിജോ മോൾ കൊടുക്കുന്ന ഗോൾഡ്. ലിജോ മോൾ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല. ആൾ അവതരിപ്പിക്കുന്ന കഥാപാത്രം സ്റ്റെഫി എന്ന ക്യാരക്ടറാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ സ്റ്റെഫിയുടെ ഹസ്ബൻഡായിട്ട് വരുന്നത് മാരിയാനോ ആണ്. അപ്പം മാരിയാനോവിനെ ഇഷ്ടപ്പെട്ടിട്ടല്ല സ്റ്റെഫി കല്യാണം കഴിക്കുന്നത്. വീട്ടുകാരുടെ നിർബന്ധത്താൽ സ്റ്റെഫിക്ക് 32 വയസ്സൊക്കെ ആയതിനു ശേഷമാണ് കല്യാണം കഴിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് അവർക്ക് ഇൻകം ഒന്നും ഇല്ലാത്തത് കൊണ്ട് എത്രയും പെട്ടെന്ന് സ്റ്റെഫീനെ കെട്ടിച്ചയക്കുക എന്നുള്ളൊരു ഇതിലാണ് സ്റ്റെഫീനെ മാരിയാനോയെ കൊണ്ട് പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നും നോക്കാതെയാണ് കെട്ടിച്ചു വിടുന്നത്. അപ്പോൾ അദ്ദേഹം ഭയങ്കര ഒരു ഹാർഡായിട്ടുള്ളൊരു ക്യാരക്ടറാണ് മാരിയാനോ. അപ്പോൾ അത്ര റൂഡായിട്ടുള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഭാര്യയൊക്കെ ഒരു താഴെ കാണുന്ന, അതുപോലെ സ്ത്രീധനം, അവരുടെ പണം, സ്വർണം ഇതെല്ലാം സ്വന്തം ആണെന്ന് കരുതുന്ന ഒരു ഭർത്താവിൻ്റെ ക്യാരക്ടറാണ് മാരിയാനോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പറയാനുള്ള ക്യാരക്ടറാണ് മാരിയാനോയുടെ അമ്മയുടെ ക്യാരക്ടർ. അവതരിപ്പിച്ച ആളും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്യാരക്ടർ നന്നായിട്ട് ഭയങ്കര ഒറിജിനാലിറ്റിയോടെ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ്, അതിലെ എല്ലാ ക്യാരക്ടേഴ്സും ഒന്നിനൊന്ന് മെച്ചമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് പൊന്മാൻ. കാരണം ഇന്നത്തെ സമൂഹത്തിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു മൂവിയാണ്. അപ്പം ഇതിനെപ്പറ്റി കൂടുതൽ വിശാലമായിട്ട് പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. സ്ത്രീധനം, അതുപോലെ തന്നെ കടം കൊടുത്തിട്ട് തിരിച്ചു കൊടുക്കാത്ത ആ അവസ്ഥ, അപ്പോൾ അജേഷ് അനുഭവിക്കുന്ന വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ എന്ന് വെച്ചാൽ അജേഷിൻ്റെ ഫാമിലീനെയും കാണിക്കുന്നുണ്ട്. അജേഷിൻ്റെ ഫാമിലി വളരെ പരിതാപകരമായ ഫാമിലി ആയിട്ടാണ് കാണിക്കുന്നത്. അച്ഛനില്ല. അപ്പോൾ ആ ഒരു ഫാമിലിയിൽ നോക്കുന്നത് അവൻ്റെ അമ്മയും സഹോദരിയും ഒരു ചുമട്ട് തൊഴിലാളിയായിട്ട് പോയാണ്. അതുപോലെ അജേഷ് ഈ ജോലിയും ചെയ്തിട്ടാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ പെട്ടെന്ന് അജേഷിൻ്റെ ജോലിയൊക്കെ നഷ്ടപ്പെടുമ്പോൾ അവസ്ഥ സ്റ്റെഫിയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് സ്റ്റെഫി സ്വർണം തിരിച്ചു കൊടുക്കാനൊക്കെ ഒരു ബോധം വരുന്നത്. അതുവരെ കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നത്. കാരണം സ്വന്തം ജീവിതം നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ അതിനുശേഷമാണ് ട്വിസ്റ്റുകൾ എന്ന് വെച്ചാൽ സ്റ്റെഫി കൊടുക്കാനൊക്കെ തീരുമാനിക്കുന്നത്. ലാസ്റ്റ് ക്ലൈമാക്സ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ക്ലൈമാക്സൊക്കെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്ന ആ ഒരു അവസ്ഥ അത് കണ്ട് തന്നെ ആസ്വദിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ വെറുതെ അത് അതിൻ്റെ പ്ലോട്ട് കളയുന്നില്ല. അപ്പോൾ നിങ്ങൾ ആരും കാണാത്തവരാണെങ്കിലും ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. എന്തായാലും ഇഷ്ടപ്പെടും. നല്ല മൂവിയാണ്. നല്ലൊരു ഫീൽ ഗുഡ് ത്രില്ലർ, കോമഡി എല്ലാം കൂടെ വന്നിട്ടുള്ളൊരു മൂവിയാണ്. ബേസിൽ ജോസഫ് തകർത്ത് അഭിനയിച്ച ഒരു മൂവിയാണ്. ഇപ്പോൾ കുറേ ഇൻസ്റ്റഗ്രാം സ്റ്റാറ്റസ്, യൂട്യൂബിലെ ഷോർട്സ്, റീൽസ് ഫുള്ള് ആ ഒരു ക്വാട്ട് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് നമ്മുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു മൂവിയാണ് പൊന്മാൻ. അപ്പം എന്തായാലും നമ്മളെ ഗേൾസായാലും ഇത് കണ്ടിരിക്കുക. അതുപോലെ തന്നെ ബോയ്സിനും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു മൂവിയാണ്. അപ്പോൾ എന്തായാലും OTTയിൽ റിലീസായിട്ടുണ്ട്. അപ്പം എന്തായാലും എല്ലാവരും കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാണാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.